ഒരു കാട്ടുതീയുടെ ചൂടിൽ വെന്തുരുകിയ അമേരിക്കയ്ക്ക് പരീക്ഷണമായി 3 മാസത്തിനിടെ വീണ്ടും മറ്റൊരു കാട്ടുതീ കൂടി പടർന്നു പിടിക്കുന്നു. ന്യൂജേഴ്സി ഓസ്റ്റിൻ കൗണ്ടിയിലെ ബാനഗറ്റ് ടൗൺഷിപ്പ് മേഖലയിലാണ് ഇപ്പോൾ കാട്ടുതീ പടരുന്നത്. നിയന്ത്രണാതീതമായി ഉയരുന്ന കാട്ടുതീ അണക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും തീ ആളിപ്പടരുകയാണ്. ഇതിനോടകം തന്നെ തീ കാരണം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കത്തിനശിക്കുകയും നൂറുകണക്കിന് കെട്ടിടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഇതിനോടകം തങ്ങളുടെ പാർപ്പിട സമുച്ചയങ്ങളും വീടുകളുമെല്ലാം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് മാറിയത്. നേരത്തെ കാലിഫോർണിയയിലും ലോസ് ആഞ്ചൽസിലും ഉൾപ്പെടെ ഉണ്ടായ വമ്പൻ കാട്ടുതീക്ക് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയിലെ തന്നെ ന്യൂജേഴ്സിയിലും കാട്ടുതീ പടരുന്നത്. മലയാളികൾ ഉൾപ്പെടെ ഏറെ ഇന്ത്യക്കാരുള്ള പ്രദേശമാണ് ന്യൂജേഴ്സി. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാട്ടുതീ നിയന്ത്രണാതീതമായി തുടരുകയാണ്. 3200 ഏക്കറിൽ തീ പടർന്നതായി റിപ്പോർട്ട് ചെയ്ത് വെറും 2 മണിക്കൂറിനുള്ളിൽ തീയുടെ വ്യാപ്തി 8500 ഏക്കർ വരെ എത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് പിന്നാലെ പുറത്തു വന്നത്. ന്യൂജേഴ്സി ഫോറസ്റ്റ് ഫയർ സർവീസിന്റെ കണക്കനുസരിച്ച് 1200 ഏക്കർ വനപ്രദേശം പൂർണ്ണമായും ഇതിനോടകം കത്തി നശിച്ചിട്ടുണ്ട്. വനത്തിനോട് ചേർന്നുള്ള വീടുകളിലും മറ്റുമുള്ള പ്രദേശവാസികളായ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചത്. വെൽസ് മിൽസ് റോഡിലെ ആളുകളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീഷണിയിലാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ച 16 കെട്ടിടങ്ങളിലുള്ളവരെ മുൻകരുതലിന്റെ ഭാഗമായി ഒഴിപ്പിച്ചിട്ടുണ്ട്. ഗ്രീൻവുഡ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് മേഖലയിലെ ഒരു ഭാഗം തീ മൂടിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കിലോമീറ്റർ ദൂരെ വരെ കട്ടിയുള്ള പുക വമിക്കുകയാണ്. ഏകദേശം 25,000 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സം നേരിട്ടതായി ന്യൂജേഴ്സി സെൻട്രൽ പവർ ആൻഡ് ലൈറ്റ് വ്യക്തമാക്കി. തീ പടരുന്നത് മന്ദഗതിയിലാക്കാൻ അഗ്നിശമന സേനാംഗങ്ങളുടെ ഒരു ഹെലികോപ്റ്ററും ഒരു ഫിക്സഡ് വിംഗ് വിമാനവും വിന്യസിച്ചിട്ടുണ്ട്. തീ പടർന്ന് തടയാൻ അഗ്നിശമന സേനാംഗങ്ങൾ ഹെലികോപ്റ്ററും വിമാനവും ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ഫയർ എഞ്ചിനുകൾ, ബുൾഡോസറുകൾ, ഗ്രൗണ്ട് ക്രൂ എന്നിവയ്ക്കൊപ്പം നിരവധി ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരെയും വിന്യസിച്ചിട്ടുണ്ടെന്ന് ഫയർ ആൻഡ് സേഫ്റ്റി സർവീസ് അറിയിച്ചു. ഇതുവരെ ആർക്കും പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുജനങ്ങൾ പ്രദേശത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അടിയന്തര വിമാനങ്ങൾക്ക് തടസ്സമാകാൻ സാധ്യതയുള്ള അഗ്നിശമന മേഖലയിൽ ഡ്രോണുകൾ പറത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പ്രദേശത്ത് നിരവധി റോഡുകൾ അടച്ചതോടെ വലിയ ഗതാഗത കുരുക്കും രൂപപ്പെട്ടിട്ടുണ്ട്. എക്സിറ്റ് 69 സമീപമുള്ള ഗാർഡൻ സ്റ്റേറ്റ് പാർക്ക് വേ 2 ഭാഗത്തേക്കുമുള്ള ഗതാഗതം അവസാനിപ്പിച്ചു. റൂട്ട് 72 മുതൽ പാർക്ക് വേ വരെയുള്ള വെൽസ് മിൽസ് റോഡ്, റൂട്ട് 532 മുതൽ 539 വരെയുള്ള ബ്രയാൻ റോഡ്, റൂട്ട് 532നും ബ്രയാൻ റോഡിനും ഇടയിലുള്ള ജോൺസ് റോഡ് എന്നിവയുൾപ്പെടെ നിരവധി പ്രാദേശിക റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം കാട്ടുതീയുടെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് ഫയർ സർവീസ് അറിയിച്ചു. US കിഴക്കൻ തീരത്തെ ഏറ്റവും വലിയ സംരക്ഷിത കരപ്രദേശങ്ങളിലൊന്നായ പൈൻ ബാരൻസ് എന്നറിയപ്പെടുന്ന വിശാലവും ഗ്രാമീണ തീരദേശ ആവാസ വ്യവസ്ഥയിലുമാണ് തീപിടുത്തം ആരംഭിച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂജേഴ്സി ഔദ്യോഗിക വരൾച്ചാ മുന്നറിയിപ്പിന് കീഴിലായിരുന്നുവെന്ന് സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് മാർച്ചിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വൻ തീപിടുത്തമുണ്ടായത്. Waytonikah.com, the exclusive Muslim matrimonial site.